ശബരിമലയിലെ വൻ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയം. തിക്കിലും തിരക്കിലും വലഞ്ഞു ഭക്തർ. ശബരിമല നട തുറന്ന ശേഷം എത്തിയത് 2 ലക്ഷം ഭക്തർ. ദർശന സമയം നീട്ടി. ദർശനം കിട്ടാതെ പല ഭക്തരും മടങ്ങി. തിരഞ്ഞെടുപ്പായതിനാൽ ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ മന്ത്രിക്ക് അനുമതിയില്ല. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് 20,000 മാത്രമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ആശങ്ക വേണ്ടെന്ന് DGP. കോഴിക്കോട് പയ്യോളിയിൽ പ്രവാസി ദമ്പതികളിൽ നിന്നും 1,51 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തതായി പരാതി. തുക തട്ടിയത് പോപ്പുലർ ഫ്രണ്ടുമായി പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തി പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചുള്ള ഹമാസ് മോഡൽ സ്ഫോടന പരമ്പര. പ്രധാന പ്രതിയായ അമീർ റാഷിദ് അലിയെ വിവിധയിടങ്ങളിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുക്കും. അറസ്റ്റിലായ ജസീർ ബിലാൽ വാനിയെ 10 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹിയിൽ കോടതികൾക്കും സ്കൂളുകൾക്കും ബോംബ് ഭീഷണി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് 5 കോടി ഒപ്പ് ശേഖരിച്ച് രാഷ്ട്രപതിക്ക് കൈമാറും. രാംലീല മൈതാനിയിൽ മഹാസമ്മേളനം നടത്താനും ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ തീരുമാനം. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ ഹിയറിംഗ് നടന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ 4ാം പ്രതി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു. ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വേണ്ടെന്ന് കോടതി നിർദ്ദേശം.